ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി ഉപാധികളോടെ മാത്രമാണ്. പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ച് സംഗമം നടത്തണം. വരവ് ചെലവ് കണക്ക് ഉറപ്പാക്കണം. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചു. അരുൺ കൊടുങ്ങൂരും രേഷ്മ ബാബുവും ചേരുന്നു. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, കർശന ഉപാധികളോടെയാണ് അയ്യപ്പ സംഗമം നടത്താൻ ഇപ്പോൾ അനുമതി ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. എന്തെല്ലാമാണ് ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? അരുൺ കൊടുങ്ങൂർ. വിനോദ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തർക്ക് ഉണ്ടായിരുന്ന ആശങ്ക, ഭക്തജന സംഘടനകൾക്കുണ്ടായ ആശങ്ക, അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകൾക്കുണ്ടായ ആശങ്ക, അത് കൃത്യമായി തന്നെ ഹൈക്കോടതി ചോദ്യങ്ങളായി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അയ്യപ്പ ഭക്ത സംഗമം കൃത്യമായി സുതാര്യമായി തന്നെ വേണം നടപ്പാക്കാൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. സർക്കാർ സ്പോൺസർഷിപ്പിലൂടെ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്നുള്ള സ്പോൺസർഷിപ്പിലൂടെ കോടികളുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ തയ്യാറായത്. അത് തുടക്കത്തിൽ തന്നെ സാമ്പത്തികത്തിലെ സുതാര്യത അതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ സാധാരണ ഭക്തരുടെ വികാരം ഹനിക്കപ്പെടുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ പേരിൽ. അതൊക്കെ തന്നെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് കർശനമായ നിർദ്ദേശം സർക്കാരിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. സാധാരണപ്പെട്ട ഭക്തൻ്റെ ഒരു തരത്തിലുള്ള ദർശനത്തിലുള്ള ഒരു തരത്തിലുള്ള തടസ്സങ്ങളോ ഒരു തരത്തിലുള്ള വിലക്കുകളോ ഉണ്ടാകരുതെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് 3000 പ്രതിനിധികളെ വിളിക്കുമെന്നാണ് സർക്കാരും ദേവസ്വം ബോർഡും നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർക്ക് പ്രത്യേകമായ ഒരു പരിഗണനയും നൽകരുത് എന്നു കൂടി ഹൈക്കോടതി കൃത്യമായി തന്നെ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ സംശയമുണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു പമ്പയിലെ ഈ ഒരു സമ്മേളനത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച. കാരണം പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിയ ഒരു പ്രദേശമാണ്, പരിസ്ഥിതിയുമായി ഏറ്റവും ഇണങ്ങിയ ഒരു പ്രദേശമാണ്. അവിടെ ഈ 3000-ഓളം അയ്യപ്പ ഭക്തരെ വരുത്തിക്കൊണ്ടുള്ള ആധുനിക സൗകര്യങ്ങളോടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള പന്തലുകളടക്കം നിർമ്മിച്ചുകൊണ്ട് 4 കോടി രൂപ ചിലവിൽ ഈ സമ്മേളനം നടത്തുമ്പോൾ പമ്പയുടെ പവിത്രതയ്ക്ക് അതൊരു കളങ്കമാകുമോ, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധി ഉണ്ടാകുമോ, അതൊരു ആഘാതം ഉണ്ടാകുമോ, അതൊരു പ്രഹരം ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയൊക്കെ തന്നെ ഭക്തർ മുന്നോട്ട് വെച്ചിരുന്നു. അതും കൃത്യമായി തന്നെ പറഞ്ഞു, പമ്പയുടെ പവിത്രതയ്ക്ക് അതോടെ തന്നെ പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും ഈ സമ്മേളനം കൊണ്ട് ഉണ്ടാകരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി ഇന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഉപാധികളോടെ, കർശനമായ ഉപാധികളോടെ, കൃത്യമായ നിയന്ത്രണങ്ങളോടെ വരവ് ചിലവ് കണക്കുകൾ സുതാര്യമാക്കി സാധാരണപ്പെട്ട ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പമ്പ മണപ്പുറം പമ്പയുടെ തീരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദമായി തന്നെ ഈ സമ്മേളനം നടത്തണമെന്നുള്ള കൃത്യമായ ഉപാധി വെച്ചുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി അല്പസമയങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും നൽകിയിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും രേഷ്മ ബാബു കൂടി ചേരുന്നു. രേഷ്മ ബാബു, ഇത്തരത്തിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തണം. എവിടെ നിന്നാണ് ഇതിൻ്റെ പണം കണ്ടെത്തുന്നത്? ഇതിൽ സർക്കാരിന് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പണം ചെലവഴിക്കാനുള്ള അവകാശമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. എന്നാൽ ഇതിനൊക്കെ ചില മറുപടികൾ നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ സർക്കാരും ഹൈക്കോടതിയുടെ മുമ്പിൽ അത്തരം ചില മറുപടികൾ കൊടുത്ത് പിടിച്ചു നിൽക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ കൃത്യമായി കർശന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം അയ്യപ്പ സംഗമം നടത്താനല്ല ഇപ്പോൾ കോടതി അനുമതി നൽകിയിട്ടുള്ളത്. രേഷ്മ ബാബു, കോടതി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പ്രധാനമായും അത് അയ്യപ്പ സംഗമം, അതിന് ചെലവഴിക്കുന്ന പണം എവിടെ നിന്ന്, ആരൊക്കെ ഇതിന് സ്പോൺസർ ചെയ്യുന്നു തുടങ്ങിയ കണക്കുകൾ കൃത്യമായി ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി മുന്നോട്ട് വച്ച നിർദ്ദേശത്തിലുണ്ടല്ലോ. രേഷ്മ ബാബു, കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താനായിട്ട് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വേളയിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കണം. അത് മാത്രമല്ല, ശബരിമലയുടെ പവിത്രതയെ ഈ സംഗമം ബാധിക്കാൻ പാടില്ല. ഒപ്പം തന്നെ പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് തന്നെ വേണം പമ്പ തീരത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താനെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തു. എല്ലാ മാലിന്യവും
ഉടൻ തന്നെ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ VIP പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ അയ്യപ്പന്മാരുടെ ആത്മീയപരമായിട്ടുള്ള അവകാശത്തെ ഒരു ഘട്ടത്തിലും ഈ പരിപാടി ബാധിക്കാൻ ഇടവരരുത്. അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു വേണം സംഗമം നടത്താനെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ കണക്കുകൾ സുതാര്യമാകണം. നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു സംശയം ഉന്നയിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സ്പോൺസർഷിപ്പിലൂടെ വലിയൊരു തുക പിരിച്ചെടുക്കുന്നുണ്ട്. ഈ തുക എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ മറുപടി ഇല്ലായിരുന്നു. വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഫണ്ടിങ് സംബന്ധിച്ച്, പണം സമാഹരിക്കുന്നത് സംബന്ധിച്ച് ഒരു സുതാര്യമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ വേണമെന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കണക്കുകൾ റിപ്പോർട്ടായിട്ട് തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡ് നൽകുക തന്നെ വേണം. അതായത് എത്ര തുക വന്നു, എത്ര ചെലവഴിച്ചു, ഇത് കൃത്യമായിട്ട് റിപ്പോർട്ടായിട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുക തന്നെ വേണം. പ്രതിനിധികൾക്ക് പ്രത്യേക ബാഡ്ജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക പരിരക്ഷയോ പരിഗണനയോ നൽകുവാൻ പാടുള്ളതല്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമായ സംഭവം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് കാർഡുകൾ, പ്രിവിലേജ് കാർഡുകൾ ഇറക്കിക്കൊണ്ട് ആളുകളെ ആകർഷിക്കാനായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് പ്രത്യേകമായിട്ടുള്ള പരിഗണന പങ്കെടുക്കുന്ന ആർക്കും തന്നെ കൊടുക്കാൻ പാടുള്ളതല്ല. ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം പാലിക്കുക തന്നെ വേണം. നിലവിലെ പാർക്കിംഗ് സൗകര്യങ്ങളെയോ സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരെയോ പ്രതികൂലമായിട്ട് ബാധിക്കുവാനും പാടുള്ളതല്ല. അടിയന്തരമായിട്ട് ആരോഗ്യമായിട്ട് പരിരക്ഷാ സംവിധാനങ്ങൾ അവിടെ തന്നെ ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഒരുക്കുക തന്നെ വേണം. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാരിന് സാധിക്കും, ദേവസ്വം ബോർഡിന് സാധിക്കും. പക്ഷേ കർശനമായിട്ടുള്ള ഉപാധികൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഉപാധികൾ അനുസരിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ നടപടികൾ മുന്നോട്ട് പോകാനായിട്ട് സർക്കാരിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കാരണം ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഫണ്ടിങ്ങിന്റെ സുതാര്യതയും അതോടൊപ്പം തന്നെ ശബരിമലയുടെ പരിപാവനതയോ പവിത്രതയോ ഒരു ഘട്ടത്തിലും ഒരു സമയത്തും ഈ ഒരു പരിപാടിയിലൂടെ ബാധിക്കുവാൻ പാടുള്ളതല്ല. പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് തന്നെയായിരിക്കണം ഈ പരിപാടി നടത്തുവാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പണം വരുന്ന വഴിയും ഒപ്പം തന്നെ അതിന്റെ എല്ലാ കണക്കുകളും, വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകണം. സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ടായി നൽകുന്ന ഈ കണക്കുകൾ പിന്നീട് ഹൈക്കോടതി പരിശോധിക്കുക തന്നെ ചെയ്യും. പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും സുതാര്യമല്ലാത്ത എന്തെങ്കിലും നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായേക്കും. വിനോദ്, വലിയ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അയ്യപ്പ സംഘവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശബരിമല ആചാര അനുഷ്ഠാനങ്ങളെ ചവിട്ടിമെതിച്ച അതേ സർക്കാർ തന്നെ അയ്യപ്പൻ്റെ പേരിൽ സംഗമം നടത്തുമ്പോൾ കോടതിക്ക് പോലും ഇക്കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ അയ്യപ്പ സംഗമം നടത്താവൂ എന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നു. അരുൺ, ഇവിടെ ഈ സമ്മേളനം അല്ലെങ്കിൽ അയ്യപ്പ സംഗമം കൃത്യമായ ഉപാധികളോടെ മാത്രം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. സ്പോൺസർമാർ ആരൊക്കെ എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കണം. എന്തായാലും വലിയ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് അയ്യപ്പ സംഗമം നടക്കുന്നത്. യഥാർത്ഥ വിശ്വാസികളെയൊന്നും അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടില്ല. വിദേശത്ത് നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സർക്കാരിന് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ സംഗമം നടത്തുന്നു. എന്തായാലും കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു. എങ്കിലും അയ്യപ്പ സംഗമം വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അതിനുവേണ്ടി അവർ ശബരിമല ദർശനത്തിന് വരെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം അതിൻ്റെ ഭാഗമായിരുന്നല്ലോ അരുൺ കൊടുങ്ങൂർ. പിന്നീട് അത് മാറ്റുകയും ചെയ്തു. അരുൺ, തീർച്ചയായും അങ്ങനെയുള്ള പല വിദ്യകളും ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഇത്ര ഒരു വലിയ പ്രഖ്യാപനം, അത് തുടക്കത്തിലുണ്ടായ ഒരു പ്രഖ്യാപനം എന്നത് ശബരിമലയുടെ സമഗ്ര വികസനം, അതോടൊപ്പം തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള വിഷയങ്ങളാണ് ആദ്യം ദേവസ്വം മന്ത്രി VN വാസവൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ എല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. പിന്നീടാണ് ഇതിന് പിന്നിലുള്ള കപടത, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഗൂഢനീക്കങ്ങൾ ഇതൊക്കെ തന്നെ പുറത്തു വരികയും ഇതോടെ തന്നെയാണ് ദേവസ്വം മന്ത്രി ഈ ഒരു ഉദ്യമത്തിൽ
തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പല നീക്കങ്ങളും വന്നിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും ദേവസ്വം മന്ത്രിയോടും അതോടൊപ്പം തന്നെ സർക്കാരിനോടും കൃത്യമായ രീതിയിലുള്ള ചോദ്യങ്ങൾ അത് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ ഉപാധികൾ, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, കൃത്യമായ നിയന്ത്രണങ്ങൾ അതൊക്കെ തന്നെ വെച്ചിരിക്കുന്നു. ഭക്തരുടെ ഒരു ആശങ്ക അത് ഹൈക്കോടതി കൃത്യമായി തന്നെ പരിഗണിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ശബരിമലയിലോ പമ്പയിലോ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതുകൊണ്ട് ഉണ്ടാകരുതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 19-20 തീയതികളിൽ വെർച്വൽ ക്യൂ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്തർക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തർക്ക് ഈ ഒരു വെർച്വൽ ക്യൂവിൽ 19-20 തീയതികളിൽ ബുക്ക് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഭഗവാനെ ദർശിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായത്. അത് ഈ ഒരു സമയത്ത് തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയും കൃത്യമായ ഒരു വിശദീകരണം ദേവസ്വം ബോർഡിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ആ ഒരു 19-20 തീയതികളിൽ കൂടി ഭക്തർക്ക് ദർശനം നടത്താനുള്ള ഒരു അനുവാദം ദേവസ്വം ബോർഡും സർക്കാരും നൽകിയിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടാണ് ഇവിടെ വരെയും സർക്കാർ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫണ്ട് വിനിയോഗത്തിൽ കൃത്യമായ സുതാര്യത ഉറപ്പാക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി കൂടി അത് സ്പെഷ്യൽ കമ്മീഷണർ കൃത്യമായി ഈ കണക്കുകൾ നൽകണം. അതോടൊപ്പം തന്നെ ഈ കണക്കുകൾ ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം വിദേശത്തു നിന്ന് അടക്കം എത്തുന്ന 3000-ഓളം അയ്യപ്പ ഭക്തർക്ക് ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു സർക്കാർ ഈ സമയത്ത് ആലോചിച്ചിരുന്നത്. അതിന് പിന്നിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ വികസനം അതെങ്ങനെ ആയിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 4 കോടി രൂപയാണ് നിലവിൽ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് ചിലവായി ദേവസ്വം ബോർഡും സർക്കാരും കരുതുന്നത്. അത് ദേവസ്വം ബോർഡിൻ്റെ പണമല്ല, സർക്കാരിൻ്റെ പണമല്ല എന്ന് പറയുമ്പോൾ ഇതാരാണ് ഈ പണം മുടക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. കേവലം ഈ 4 ലക്ഷം രൂപ ഈ ഇത്ര വലിയ തുക ഇതാരും നൽകുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനൊന്നും തന്നെ ഉത്തരം നൽകാനൊന്നും തന്നെ ഇതുവരെയും സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറില്ല. പക്ഷേ ഇതെല്ലാം തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ മുന്നിലേക്ക് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ വരവ് ചെലവ് കണക്കുകളൊക്കെ തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം കനത്ത ഒരു പ്രഹരം, കനത്ത ഒരു തിരിച്ചടി, കടുത്ത ഒരു നിയന്ത്രണം തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഈ ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഹൈക്കോടതി കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അയ്യപ്പ സംഗമം സർക്കാരിന് നടത്താം, പക്ഷേ കൃത്യമായ അതിൻ്റെ ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം. എന്തായാലും ഹൈക്കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാരിന് അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂരും രേഷ്മ ബാബു.